Hi friends, welcome back to the YouTube channel. So, we have a video today. An unboxing video on Oneplus Nord CE2 Lite 5G unboxing video. Video. Hi friends, this is Oneplus Nord box Nord CE2 Lite 5G. We front Nord writing in the side load OnePlus Nord CE2 Lite 5G branding കൊടുത്തിട്ടുണ്ട്. ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന കളർ ബ്ലാക്ക് ഡസ്റ്റ് ആണ്. പിന്നെ ഒരു ബ്ലൂ കളറും കൂടി അവൈലബിൾ ഉണ്ട്. പിന്നെ നമ്മളുടെ സ്റ്റോറേജ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 6GB 128GB ആണ്. വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട് 8GB 128GB. അപ്പോൾ പ്രൈസിംഗ് എന്ന് പറയുന്നത് 6GB 128GBക്ക് 19,999 ആണ്. 8GB 128GBക്ക് അത് 2000 രൂപ കൂടുതലാണ്, 21,999. അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം ഒരു എൻവലപ്പാണ് കിട്ടുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം. ഓക്കെ, അപ്പം ഒരു TPU കേസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഒരു എൻവലപ്പ് ഉണ്ട്. സിം ഇജക്ടർ ടൂള്, നോഡിൻ്റെ ഒരു വെൽക്കം കാർഡ് ഉണ്ട്, റെഡ് കേബിൾ മെമ്പർഷിപ്പിൻ്റെ കാർഡുണ്ട്, നോഡിൻ്റെ സ്റ്റിക്കർ, സേഫ്റ്റി ഇൻഫർമേഷൻ, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. ഇത്രയൊക്കെയാണ് ബോക്സിൽ വരുന്നത്, മീൻസ് ഈ എൻവലപ്പിൽ വരുന്നത്. നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നെ കളിക്കുക എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് ഫോൺ എടുക്കാം. നല്ലൊരു പാക്കേജിങ്ങിലാണ് ഫോൺ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫോണ്. ഇവിടെ ഒരു ഫിനിഷിങ്ങും ഇവിടെ വേറൊരു ഫിനിഷിങ്ങാണ്. ഇത് പോളികാർബണേറ്റ് മെറ്റീരിയലാണ്. ഇവിടെ IMEI ഇൻഫർമേഷനൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഹോൾ പഞ്ചാണ്. ഇത് ഒരു 16 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയാണ്. പിന്നെ ഇതൊരു പ്രൈമറി ലെൻസാണ് 64 മെഗാപിക്സലിൻ്റെ. പിന്നെ ഒരു ഡെപ്തും മാക്രോ സെൻസറും ഉണ്ട്, രണ്ടും 2 മെഗാപിക്സലാണ്. പിന്നെ താഴത്തോട്ട് നോക്കുകയാണെങ്കിൽ Type-C പോർട്ട് ഉണ്ട്, മൈക്രോഫോൺ ഉണ്ട്, പിന്നെ ഒരു 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, സ്പീക്കർ ഗ്രിൽസ് ഉണ്ട്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു മൈക്ക് ഉണ്ട്. സൈഡിലേക്കാണെങ്കിൽ സിം സ്ലോട്ട് ഉണ്ട്, പിന്നെ വോളിയം ബട്ടൺസ് ഉണ്ട്, പിന്നെ സൈഡ് ബട്ടൺ കം പവർ ബട്ടൺ കം ഫിംഗർ പ്രിൻ്റ് ആണ്. നമുക്ക് ഫോൺ മാറ്റി വയ്ക്കാം. നമുക്ക് ഇത് ജസ്റ്റ് പൊക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ നമുക്ക് ഫാസ്റ്റ് ചാർജറും പിന്നെ ഒരു കേബിളും വരുന്നുണ്ട്. ഇത് 33 വാട്ടിൻ്റെ സൂപ്പർ വോക്ക് ചാർജറാണ് OnePlusൻ്റെ. ഇതിൻ്റെ അകത്തുനിന്ന് അവർ ആ റെഡ് ആക്സെൻറ്റ് മാറ്റി, അതുകൊണ്ടൊരു സുഖമില്ല. പിന്നെ ഇത് അതിൻ്റെ കേബിളാണ്. നമുക്കൊന്ന് ഫോൺ ബൂട്ട് ചെയ്ത് നോക്കാം. OnePlus powered by Android. ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റപ്പ് ചെയ്യണം. ഹലോ, പിന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. നമ്മൾ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട്. OnePlus ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അഗ്രി. അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, നമ്മളുടെ വീട്ടിലത്തെ വൈഫൈ ആണ്. ഞാനത് കണക്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് അടിക്കാം. സ്കിപ്പ് എടുത്തിട്ട്
കണക്റ്റിംഗ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. അപ്പം അപ്ഡേറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റപ്പ് ഓഫ്ലൈൻ കൊടുക്കാം. ഓക്കെ കൊടുക്കാം. കണ്ടിന്യൂ. എല്ലാം അലോ ചെയ്യാം. അഗ്രി. സ്കിപ്പ്. നമുക്ക് OnePlusന്റെ സ്റ്റാൻഡ്സിൽ വയ്ക്കാം. അപ്ലൈ. ഇതിൽ ബാക്ക് ഹോം റീസൺ ചോദിക്കാം. കാരണം എനിക്കല്ല, ഗ്രാൻഡ് ഫാദറിനാണ്. ഡൺ. സ്റ്റാർട്ട്. ഗൈസ്, ഇതാണ് ഫ്രണ്ട് സ്ക്രീന്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഇത് നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഇൻബിൽഡ് ആയിട്ടുണ്ട്. ബാക്ക്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.59 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ്. പ്രശ്നം നല്ല ക്വാളിറ്റി തന്നെയാണ്. ഇതിൽ സോഫ്റ്റ്വെയർ Android 12 ആണ്, Oxynos 12. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്യാമറ. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഫോൺ ബൂട്ടായി വന്നിട്ടുണ്ട്. മീൻസ് കണ്ടിന്യൂ കൊടുത്തപ്പോൾ ഓണായി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് സ്വൈപ്പ് അപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് നല്ലൊരു സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. പിന്നെ 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. നമുക്ക് ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്സിൽ പോയി മാറ്റാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്സിലില്ല, വേറെ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ പിന്നെ ചെയ്യാം. ഓക്കെ, അപ്പം പ്രീ ഇൻസ്റ്റാൾഡായിട്ട് കുറേ ആപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയുടെ നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.